വണ്ടി ഇരുന്ന് മൊബൈലിൽ കുത്തി കളിച്ചപ്പോൾ ഞാൻ ഓർത്തതാ അതിന് ചാർജ് ചെയ്തിരുന്നു. ഇനി ചാച്ചനെ എങ്ങനെ വിളിക്കാനാ? നാളെ വെളുപ്പിനിങ്ങ് പോന്നാലും ഇന്റർവ്യൂവിന് എത്തായിരുന്നു. അമ്മയ്ക്കല്ലായിരുന്നു നിർബന്ധം. ഈടാ ഇവിടം വരെ വന്നിട്ട് ചാച്ചന്റെ വീട്ടിൽ പോയില്ലേ? റോസമ്മച്ചി നമ്മളെ വെച്ചേക്കത്തില്ല. പിന്നെ റോസമ്മച്ചി നീ തല തോർത്തില്ലല്ലോ. വന്നേ, വല്ല പനി അങ്ങ് പിടിക്കും. സാധനം ചേട്ടാ, ഇതെന്റെ അമ്മയാ. അമ്മയാ? എന്നാ ഞാൻ നിന്റെ അച്ഛനാടാ. മോനിങ്ങ് മാറിക്കേ. അച്ഛനെ ഈ അമ്മയെ നന്നായിട്ടൊന്ന് കാണട്ടെ. ചേട്ടാ വിടാനല്ലേ പറഞ്ഞേ? നീ എന്നെ ഈ കാണിക്കുന്നേ? ചേട്ടാ ഒന്ന് പറയട്ടാ. മോനെ അവനൊന്ന് വിടാൻ പറ മോനെ. ഓരുമില്ല ഇതുപോലെ അമ്മ വീട്ടില്. പ്ലീസ് മോനെ, അമ്മ ഓർത്തെങ്കിലും ഒന്ന് പറ. നിനക്ക് നിന്റെ അപ്പന്റെ ഒരു ചായ അറിഞ്ഞൂടെ? ഇതാ രാജന്റെ ആണ്. നിന്റെ അമ്മേനെ ഞാനൊന്ന് അന്വേഷിച്ചു പറഞ്ഞാ. സത്യമായിട്ടും ഞാൻ അവന്റെ അമ്മയാ. ശരിക്കും നിന്റെ അപ്പനായ? നോക്കടാ, കെട്ടിയോനെ ചതിച്ചിട്ട് ഒരു പയ്യന്റെ കൂടെ പോയേക്കണ്. എവിടെ? ഇവിടെ കണ്ടല്ല, വെടിവെച്ച് കൊല്ലണം. ശരി പോയി ചത്തൂടേടി ശവമേ. കാണട്ടെ. എന്തേട്ടാ ഒച്ചെടുക്കുന്നത് പറഞ്ഞില്ലേ? ഇനി ആർക്കാ കിട്ടാത്ത? അല്ല, ഇതാരാ? എന്റെ മൂത്ത മകനാ ലല്ലു. എടാ, ഇത് പാപ്പിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടാനിയുടെ പേരൻസും റിലേറ്റീവ്സും ഒക്കെയാ. എന്ത് ചെയ്യുന്നു? പെയിന്റിംഗ് ആണ്. ആഹാ, ആർട്ടിസ്റ്റ് ആണല്ലേ? ക്ലേ മോഡലിംഗ് കഴിഞ്ഞ് വരികയായിരിക്കും. അയ്യ, അതല്ല. ഇത് ഈ 10 കെട്ടിടത്തിലൊക്കെ വാടം കെട്ടി തൂങ്ങി അടിക്കുന്ന പെയിന്റിംഗ് ഇല്ലേ? 750 രൂപ തച്ച് ആ പെയിന്റിംഗ്. അവന്റെ ഒരു ആഗ്രഹം അതായിരുന്നു. അതാ പെയിന്റിങ്ങാ? അതെന്തായിട്ടൊരു അയ്യേ? അല്ല, പെയിന്റ് പണി എന്നൊക്കെ പറയുമ്പോ ചേട്ടാ, നിങ്ങൾ വിചാരിക്കണല്ലോ പെയിന്റ് പണി എത്ര മോശം പണിയൊന്നുമല്ല. പെയിന്റ് പണി, കൽപ്പണി, മരപ്പണി തുടങ്ങിയ എല്ലാ തച്ചു പണികളാണ് ലോകത്തിലെ ഏറ്റവും നല്ല രസമുള്ള പണികൾ. അതായത് ഞങ്ങൾക്ക് അങ്ങനെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പോകുന്നു വേണ്ട. ആവശ്യത്തിന് കിടന്നുറങ്ങി കുളിച്ച് കുട്ടപ്പനായി 8:30-9 മണിയൊക്കെ ആകുമ്പോൾ സൈറ്റിലെത്തിയാൽ മതി. പിന്നെ പതൊക്കെ ഡ്രസ്സൊക്കെ മാറി വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് പെയിന്റ് പാട്ടെടുത്ത് 2 ഒച്ചയൊക്കെ ഉണ്ടാക്കി 2 ഇളക്കൊക്കെ ഇളക്കി ഒരു വീശ് ഇങ്ങോട്ടും ഒരു വീശ് അങ്ങോട്ടും വീശുമ്പോഴേക്കും ചായ കുടിക്കാനുള്ള ടൈമായി 10 മണി. പിന്നെ എല്ലാവരും കൂടി മിണ്ടിയും പറഞ്ഞ ചായ കുടിക്കാനുള്ള ഒരു പോക്കുണ്ട്. അവിടെ നല്ല സ്ട്രോങ് ചൂടൻ ചായയും നല്ല മൊരിഞ്ഞ സവാളോടെ കഴിച്ച് തിരിച്ചു വന്ന് 4 കോള് ഫോണിലും സംസാരിച്ച് ഒരു കുതിര എടുത്ത് വെച്ച് അതിന്റെ മുകളിൽ കയറി 2 വീശ് ഇങ്ങോട്ടും 2 വീശ് അങ്ങോട്ടും വീശുമ്പോഴേക്കും ചോറിനൊരു ടൈമായി 1 മണി. പിന്നെ എല്ലാവരും കൂടി ഇതുപോലെ വട്ടം വളഞ്ഞൊരു ഇരിപ്പാണ്. പല പല അടുക്കള ഉണ്ടാക്കിയ പല പല കറികൾ കൈയിട്ട് വാരി എല്ലാവർക്കും തിന്നാം. ഇവിടെയാണ് യഥാർത്ഥ സോഷ്യലിസം. നല്ല പച്ച വാഴയിലെടുത്ത് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ പുരട്ടി തീയിൽ വാട്ടി ചോറും കറിയും പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവരും.
അത് തുറക്കുമ്പോ ഒരു മണം വരും. ഓഫ്, സൈഡിൽ മാങ്ങ ചമ്മന്തി, നടുക്കൊരു തോരൻ, ഈ സൈഡിൽ 2 ചാള പൊരിച്ചത്. ഇതും കഴിച്ച് ആകാശവാണിയിൽ ചലച്ചിത്രഗാനവും കേട്ട് പേപ്പറും പിരിച്ചു കിടന്നൊരു ഉറക്കമുണ്ട്. ഓത്താണ് സ്വർഗം. പിന്നെ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കമ്പിയൊക്കെ ഒന്ന് വരച്ച് മതിലൊക്കെ ഒന്ന് തടവി വരുമ്പോഴേക്കും 4 മണിയായി. ടീ ടൈം. പിന്നെ ടർപ്പനിട്ട് ബ്രഷിൽ പെയിന്റ് കുറച്ച് കളഞ്ഞ് കൈയും കാലൊക്കെ സോപ്പിട്ട് കഴുകി വെളിച്ചെണ്ണയൊക്കെ തേച്ച് മൂടി ജീവി കുട്ടപ്പനായി മേസ്ത്രി മുമ്പിൽ കൈ നീട്ടുമ്പോണ്ടല്ല അപ്പൊ കിട്ട 750 രൂപ തച്ച്. പക്ഷെ ഇതൊന്നുമല്ല. പറഞ്ഞ സമയത്തിന് വീടിന്റെ പണിയൊക്കെ തീർത്ത് ഉടമസ്ഥന് വീടിന്റെ താക്കോല് കൈമാറുമ്പോ ആ പുതു വീടിന്റെ വെട്ടമായാളുടെ മുഖത്ത് വരുന്നൊരു ചിരിയുണ്ടല്ലോ, അന്തസ്. വല്ല പെയിന്റ് പണിക്കും പോയാ മതിയായിരുന്നു. മിസ്റ്റർ ജോൺ, ഒന്ന് വന്നേ. ടാനിയാൻ്റെ ഒറ്റമോള. ഇന്ന് വരെ അവളുടെ ഒരു ഇഷ്ടത്തിനും ഞാൻ എതിരെ നിന്നിട്ടില്ല. പാപ്പിയുടെ കാര്യത്തിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ ചേട്ടൻ നിൽക്കുമ്പോൾ അനിയൻ്റെ കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു തറവാടികൾക്ക് ചേർന്ന പണിയല്ലല്ലോ. സോ ദാറ്റ് ഗായ് ലുലുവോ ലലുവോ വാട്ട് എവർ ഇറ്റ് ഈസ്, അയാളുടെ കല്യാണം കഴിയട്ടെ, എന്നിട്ട് നമുക്കിത് ആലോചിക്കാം. പോരെ? മനസ്സിലായിട്ടില്ല. എന്നാ പിന്നെ നമുക്കിറങ്ങാം. പോയിട്ട് വരാം. ശരി. പിന്നെ ലല്ലു, എന്ത്? പാഞ്ചിക്കുട്ടനോട് പറഞ്ഞ എന്റെ കാര്യം. അത് ഓമനക്കുട്ടി. ആര്? ഓക്കെ. ഓക്കെ ഓക്കെ. വാട്ട് എ സ്മാർട്ട് ചാപ്പ്. ബോംബെ മിച്ചറില്ല.